ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പം സമയം രാവിലെ 4 മണിയാണ്. ഈ സമയത്ത് നിന്നാണ് വ്ളോഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആയി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട്, പക്ഷേങ്കിൽ സമയവും സന്ദർഭം എല്ലാം ഒത്തു വന്നത് ഇന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗുണ്ടൽപേട്ടിൽ പോകാൻ നിൽക്കില്ല. അപ്പോൾ അവിടുത്തെ പൂവെല്ലാം കാണാൻ വേണ്ടി പോകുന്നതാണ്. ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇന്നലെ മിഞ്ഞാന്ന് കുറച്ച് ആൾക്കാർ അറിയുന്നവർ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്നേരം പോവുണ്ടായിരുന്നാണ് പറഞ്ഞത്. ഇപ്പം നോക്കാം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ എന്നാ ഞാനും അമലാട്ടിൻ്റെ അനിയനും അമലാട്ടിൻ്റെ അമ്മയും ഒരു കാറിൽ, എൻ്റെ വീട്ടിലുള്ളവർ അമ്മ, അനിയത്തി, അനിയൻ, അച്ഛൻ, അങ്ങനെ അവർ വേറൊരു കാറിൽ അങ്ങനെയാണ് വരിക. അങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഹലോ ഗൈസ്, ഞാൻ റെഡിയായി. ഇനി അമലാട്ടിനും അമ്പിയാണ് റെഡിയാകാൻ. നമ്മൾ പോയ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ കാണാത്ത മഴയും നമ്മൾ പോകുന്ന ദിവസം ഉണ്ടായത്. റോഡ് നിറയെ വെള്ളം എല്ലാമായിട്ട് നമുക്ക് ആ പ്ലാന് ക്യാൻസൽ ചെയ്താലോ എന്ന് വരെ ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ നമ്മളങ്ങ് പോയി. നിങ്ങളിപ്പോൾ കേട്ടത് വെള്ളം കണ്ടാൽ തുള്ളിച്ചാടുന്ന എൻ്റെ അമ്മായിയമ്മേൻ്റെ സൗണ്ടാണ്. ഇതാണ് എൻ്റെ അമ്മായിയമ്മ. നമ്മൾ രാവിലെ ഇറങ്ങിയത് കൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിൽട്ടൺ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. കുറേ സെലിബ്രിറ്റീസ് എല്ലാം വന്നിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് അത്ര. ചായ കുടിച്ചു. ഇത് നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക്. ഇനി ലേശം പ്രഹസനമാവും. ഞാൻ ഈ സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാം റീലെല്ലാം കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് വലിയ ലാൻഡിൽ ഒരു പൂവിൻ്റെ തന്നെ വലിയ കൃഷി അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ഇത് ചെറിയൊരു പീസ് ഓഫ് ലാൻഡിൽ കുറച്ചായിട്ട് പിന്നെ പല ഫ്ലവേഴ്സുമായിട്ട് നട്ടിട്ടാണ് കണ്ടത്, ഫാമിംഗ് ആയിട്ട് കണ്ടത്. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതേപോലെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പോകും. എപ്പോഴും പോണം എന്ന് വിചാരിച്ചിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടൊരു തുള്ളിച്ചാട്ടമാണ് നിങ്ങളീ കാണുന്നത്. ആടുന്ന് ഓരോ ആക്കും പിന്നെ 5 പൂവ് പറിക്കാന്നുള്ളൊരു ഇത് തന്നതുകൊണ്ട് നമ്മൾ 5 പൂവ് പറിച്ചിട്ട്, പിന്നെ ഓണായതുകൊണ്ടും എക്സ്ട്രാ ഒരു 5 കൂടി പറിച്ചിട്ട് ഓൻ്റെ കീശയിലിട്ടത് ആ കാണുന്നത്. നമ്മള് ഇതേതാ ഗോപാലസ്വാമി ക്ഷേത്രം, അവിടത്തേക്കാണ് പോവാൻ പോകുന്നത്. ആ പൂവുള്ള സ്ഥലമെല്ലാം ചെറിയ പീസ് ഓഫ് ലാൻഡിൽ കുറേ എന്താ പറയാ പൂ നട്ടിട്ട് വെച്ചിട്ടുള്ളതാണ് ഉണ്ടായേ. അപ്പൊ അത് കഴിഞ്ഞ് ഇനിയിപ്പം ഈ ക്ഷേത്രത്തിലേക്ക് പോകണം. ഇവിടെ പോകണമെങ്കിൽ പിന്നെ KSRTC ബസ് പിടിച്ചിട്ട് 70 റുപ്യേൻ്റെ ഓട്ടം. നമ്മൾ പോകുന്ന ടെമ്പിളിൻ്റെ പേര് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ എന്നാണ്. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മളെ കർണാടക ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ബസ് സർവീസ് ഉണ്ട്, ഒരു KSRTC ബസ്സൊക്കെ പോലത്തെ. അപ്പോൾ അത് ഇതിനായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. 70 റുപ്പീസ് മറ്റുമാണ് അതിന് റേറ്റ് വരുന്നുണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത്. അപ്പോൾ അടുത്തേക്ക് ഇതേപോലെ
താഴേന്ന് കൂട്ടിയിട്ട് മേലെ കൊണ്ടേ ഇറക്കി തരും. പ്രൈവറ്റ് വണ്ടികളൊന്നും അങ്ങോട്ടേക്ക് കയറില്ല, ഈ ബസ് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ബസ് ട്രാവലിംഗ് ഫീൽ ചെയ്തിട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ പോയവർക്ക് മനസ്സിലാവും, മൂന്നാറിലെ അവിടത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് മേലോട്ടേക്ക് കയറണമെങ്കിൽ ഇതേപോലെ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടെല്ലാം കയറണം. അതേപോലെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് കോട ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം വെയിറ്റ് ആൻഡ് വാച്ച്. കോട ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മൂക്ക് എപ്പോഴും ചീറ്റിക്കൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാലുള്ള സൂക്കേടാണ്. അപ്പോൾ ദേ ആർ മേക്കിംഗ് ഫൺ ഓഫ് ഇറ്റ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്പോട്ട് ക്യാൻസൽ ചെയ്താലോ എന്ന് വിചാരിച്ചതാണ്. ജസ്റ്റ് ആ ഒരു ഫീൽഡെല്ലാം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തോ എൻ്റെ അച്ഛനിങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല ഈ ഒരു സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ. അത്രക്കും ബ്യൂട്ടിഫുള്ളാണ്. പ്രകൃതി രമണീയം കൊണ്ടും എല്ലാം കൊണ്ടും അത്രക്കും ബ്യൂട്ടിഫുള്ളാണ്. നല്ല കോട, സൂപ്പർ. ഒരു പുതപ്പെടുക്കലും അല്ലാണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. ഒന്നും കാണാത്ത അവസ്ഥയായിരുന്നു. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പൊ പറയുമ്പോൾ വരെ അത് ഫീൽ ചെയ്യുന്ന തണുപ്പ്. ഗോപാലസ്വാമി ടെമ്പിളിൽ നമ്മളെത്തി. ഞാൻ സ്ലീവ്ലെസ് ഇട്ടോണ്ട് ഞാൻ അറിയില്ല ഇത്രക്കും കോടയായിരിക്കും അറിയില്ല. ഭയങ്കര കോട കൊണ്ട് കോടിപ്പോയി ഞാൻ. അവളുടെ അനിയൻ്റെ സ്വെറ്റർ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ്